ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. ഇന്ന് നമ്മൾ +1 മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റായ ഉള്ളറിവ് എന്നതിലെ അധ്യായങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. ശ്രീ എം എൻ വിജയൻ എഴുതിയ ഒരു ലേഖനമാണ്. അപ്പോൾ എം എൻ വിജയനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രദ്ധിക്കൂ. മലയാളത്തിലെ പ്രമുഖ മനോവിജ്ഞാനീയ നിരൂപകനും പ്രഭാഷകനുമാണ് അദ്ദേഹം. ചരിത്രം, സാമൂഹ്യശാസ്ത്രം, തത്വശാസ്ത്രം, മനഃശാസ്ത്രം എന്നിവ സാഹിത്യ നിരൂപണത്തിലും സാമൂഹിക വിമർശനത്തിലും പ്രയോഗിച്ച് മലയാളത്തിൽ പുതിയ ഒരു അപഗ്രഥന രീതി സൃഷ്ടിച്ച ആളുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. ചിതയിലെ വെളിച്ചം, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പൂക്കുമ്പോൾ, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, അടയുന്ന വാതിൽ തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ എം എൻ വിജയൻ എന്ന നിരൂപകനും പ്രഭാഷകനും എഴുത്തുകാരനൊക്കെയായ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇനി നമുക്ക് അദ്ദേഹം പ്രതിപാദിക്കുന്ന ലേഖനം കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഉൾപ്പെടുന്ന കാര്യം, ലേഖനം ടെക്സ്റ്റിലെ കാര്യങ്ങൾ മുഴുവനായിട്ടും വായിക്കുന്നില്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആണ് ടീച്ചർ ഇത് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കൂ. പദകസർത്തല്ല കവിതയെങ്കിൽ, വാക്കുകളുടെ നൃത്തമല്ല കവിതയെങ്കിൽ മറ്റെന്താണ് എന്ന് എനിക്കിനിയും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഈ ലേഖനം തുടങ്ങുന്നത്. ഇനി എന്താണ് കവിത? ചലനത്തെ നൃത്തത്തിലെന്നതുപോലെ, നാദത്തെ ഗാനത്തിലെന്നതുപോലെ, കല്ലിനെ ശില്പത്തിലെന്നതുപോലെ അത്ഭുതാത്മകമായി, സുഭഗമായി, അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലല്ലെങ്കിൽ കവിത പിന്നെ എന്താണ്? അപ്പം കവിത എന്നാൽ എന്തെന്ന് വെച്ചാൽ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ചലനത്തെ നൃത്തത്തിലെന്നതുപോലെ, നാദത്തെ ഗാനത്തിലെന്നതുപോലെ, കല്ലിനെ ശില്പത്തിലെന്നതുപോലെ അത്ഭുതാത്മകമായി, സുഭഗമായി, അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് കഥ പറയിക്കലാണ് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത എന്ന് പറയാം. അപ്പോൾ അതാണ് കവിത. കവിതയ്ക്കൊരു നിർവചനം. അർത്ഥഗർഭമായി, സുഭഗമായി, പിന്നെന്താ പറഞ്ഞത്? താളാത്മകമായി അല്ലെങ്കിൽ അത്ഭുതാത്മകമായി പദങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത എന്നാണ് ലേഖകന്റെ അഭിപ്രായം. ഇനി നോക്കൂ, അടുത്ത പാരഗ്രാഫിൽ ഒരു 4 വരി കവിത വന്നിട്ടുണ്ട്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹ്യന്റെ മകൻ എന്ന കവിതയിലെ വരികളാണിത്. കേറ്റി എഴുന്നള്ളിച്ച ആനയുടെ മദം പൊട്ടി എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷെ കവി പറയുമ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നോക്കുക. പൊൽത്തിടമ്പേറി ദേവൻ പെരുമാറുമ പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്നാണ് കവിത. എന്നുവെച്ചാൽ ദേവന്റെ തിടമ്പേറി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ആനയാണ്. തിടമ്പേറ്റി വരുന്ന എഴുന്നള്ളത്തിന് ഉപയോഗിച്ചിരുന്ന ആനയ്ക്ക് മദം പൊട്ടി. ഇത് ഇങ്ങനെ പറയണതിന് പകരം കവി പറഞ്ഞത് എന്താണ്? പൊൽത്തിടമ്പേറി ദേവൻ പെരുമാറുമ പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്നാണ് പറഞ്ഞത്. അതാണ് കവിതയുടെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് എന്ന വരി? എഴുന്നള്ളിച്ച ആനയുടെ കഥ മാത്രമല്ല, ദേവൻ പെരുമാറുന്ന മസ്തകം ഫ്രോയിഡിൻ്റെ മാന്യമായ ആ സൂപ്പർ ഈഗോയെ നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ പുരാണത്തിലെ ചില മാനങ്ങളുണ്ട്. ഒരു ഭാവബന്ധം, മനഃശാസ്ത്രപരമായ ഓരോ ഭാവബന്ധം കൊടുത്തിട്ടാണ് ഈ വരികളെ നമ്മുടെ ലേഖകൻ എന്ത് ചെയ്യുന്നത്? അനാവരണം ചെയ്യുന്നതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സുന്ദരമായ ഒരു അവതരണം. അത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ
ഓരോ മനുഷ്യൻ്റെയും മനഃശാസ്ത്രപരമായ മനസ്സിനെ കൂടി അപഗ്രഥിക്കുന്ന രൂപത്തിലുള്ളൊരു കവിതയാണിത്. പണ്ടത്തെ കവിത, അടുത്തത് നോക്കാം. പണ്ടത്തെ കവിത പദങ്ങളുടെ ലളിത നൃത്തമായിരുന്നിരിക്കാം. ഇന്നത് പുതിയ വിജ്ഞാന ചക്രവാളങ്ങളുടെയും അനുഭൂതി മണ്ഡലങ്ങളുടെയും വികാസത്താൽ സങ്കീർണമായി തീർന്നിരിക്കുന്നു. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തിയിടുക. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് പണ്ടത്തെ കവിത. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് കവിത എന്നുള്ള ഭാഗവും അടയാളപ്പെടുത്തണം. എന്ന് വെച്ചാൽ അർത്ഥഗർഭമായി സുഭഗമായി അത്ഭുതാത്മകമായി പദങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത എന്നുള്ള ഭാഗം, അത് അടയാളപ്പെടുത്തുക. ഇനിയിപ്പോൾ ഈ പറഞ്ഞതും പണ്ടത്തെ കവിത എങ്ങനെയാണ്? അത് പദങ്ങളുടെ, പദം എന്ന വാക്ക്, പദങ്ങളുടെ ലളിത നൃത്തമായിരുന്നിരിക്കാം. എന്നാൽ ഇന്നത് പുതിയ വിജ്ഞാന ചക്രവാളങ്ങളുടെയും അനുഭൂതി മണ്ഡലങ്ങളുടെയും വികാസത്താൽ സങ്കീർണമായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ കവിതയും ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ സങ്കീർണമാണ്. അതുപോലെ കവിതയും സാഹിത്യവും എല്ലാം സങ്കീർണമായി തീർന്നിരുന്നാലേ ശരിയാവുള്ളൂ. തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കീർണമായി തീർന്നിട്ടുണ്ട്. സാങ്കേതിക ഒക്കെ വളരെ വർദ്ധിച്ച് കാലഘട്ടത്തിൽ എല്ലാം എന്താണ് കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ വിജ്ഞാന വികാസത്താലും ജീവിത രംഗങ്ങളുടെ വൈപുല്യങ്ങളാലും സങ്കീർണമായി തീർന്നിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ആധുനിക ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിത്യ കൃതികൾ അല്ലെ സാഹിത്യാദി സംഭവങ്ങളിലും ഈ സങ്കീർണത നമുക്ക് ദർശിക്കാൻ കഴിയും. കവിതയിലും അത് നമുക്ക് കാണാം എന്നാണ് ലേഖകന്റെ അഭിപ്രായം. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത പാരഗ്രാഫ് അതും അടൽപ്പെടുത്തുക. അവ്യവസ്ഥിതത്വം ഒരു വ്യവസ്ഥയില്ലായ്മ, അവ്യവസ്ഥിതത്വം കവിതയുടെ സ്വഭാവമാണ്. അർത്ഥമുള്ളത് കവിതയല്ല, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. അപ്പം എന്താണ് കവിത? നേരെ ചൊവ്വ അങ്ങനെ അർത്ഥം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ല ഇവിടെ കവിത. അർത്ഥത്തിനും അപ്പുറമുള്ളതാണ് കവിത. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ച ഉത്തരാധുനിക കവിത എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചൊരു കവിതയുണ്ടല്ലോ, ഏതാണത്? ടി പി രാജീവൻ്റെ മത്സ്യം എന്ന കവിത. അതിലെ പറയുന്ന കാര്യങ്ങളെല്ലാം പദങ്ങൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല കവി നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചോദ്യോത്തരമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മത്സ്യത്തിൻ്റെ ആ കവിതയിൽ പറഞ്ഞതുപോലെ അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെയാണ് അതിൽ അനാവരണം ചെയ്യുന്നത്. വെച്ചാൽ ഈ ആധുനിക ലോകത്തെ സങ്കീർണതയിൽ പെട്ട് നട്ടം തിരിയുന്നത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ മത്സ്യം എന്ന കവിതയിൽ മത്സ്യത്തെ എന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് കവി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണത്? അർത്ഥമുള്ളത് കവിതയല്ല, അർത്ഥത്തിനപ്പുറമുള്ളതാണ് കവിത. അപ്പോൾ അർത്ഥത്തിനപ്പുറം കാണുന്നതാണ് കവിത. അഥവാ വാക്കിന് ഒരർത്ഥത്തിൽ കവിഞ്ഞ മറ്റൊരർത്ഥമില്ലെങ്കിൽ അത് കവിതയാകുന്നില്ല. അതാണ് ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും ആ വാക്കിന് ഒരർത്ഥമല്ല, അതിന് കവിഞ്ഞ മറ്റൊരർത്ഥം കാണണം. അങ്ങനെയുള്ളതാണ് കവിത എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, പെൻസിൽ എന്ന പദം സാധാരണ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നുന്നില്ല. പെൻസിൽ സാധാരണ ഉപയോഗിക്കുന്ന പദം പെൻസിൽ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് വാക്കാണ്, നമ്മളത് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. എന്നാൽ അതിന് പകരം തൂലിക എന്ന പദം പ്രയോഗിക്കുമ്പോഴോ, അപ്പോൾ തൂലിക എന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം തൂവൽ മുളയ്ക്കുന്നത് പക്ഷിയുടെ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഡെക്കറേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു അലങ്കാര വസ്തുവൊക്കെ ആയിട്ട് ഈ സംഭവം തൂവൽ കിരീടത്തിൽ അണിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ തൂവൽ പറിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാവും? നോവും. അപ്പോൾ തൂവലിലൂടെ വിരിയുന്നത് ജീവരക്തം തന്നെയാണെന്ന് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുണ്ട്. തൂവലിന് ഒരു അർത്ഥമേ ഉള്ളൂവെങ്കിൽ കവിതയിൽ, തൂവൽ എന്ന് പറയുന്ന ഒരർത്ഥമേ ഉള്ളൂവെങ്കിൽ കവിതയിൽ അതിനൊരർത്ഥമല്ല, അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാക് ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത്. ആ പോയിന്റ് അടയാളപ്പെടുത്തുക. എന്താണത്? കവിതയിൽ ഒരർത്ഥമല്ല, അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന, അനേകം അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്ന വാക് ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് ചില കാവ്യ ശകലങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ കവികൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ പ്രതീകങ്ങൾ ഇമേജുകളൊക്കെ വെച്ചിട്ട് അത് ഓരോ കവികളും ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കാം നമുക്ക്. ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്നു, കുഞ്ചൻ നമ്പ്യാർ വാഴത്തോട്ടത്തെ വിവരിച്ചത് ഓർക്കുക. പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ എന്ന് തുടങ്ങുന്ന വരികളിൽ എന്ന് വെച്ചാൽ പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങനെ കണ്ടാൽ പവിഴവും
കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ച ദിക്കെന്ന് മാലോകരൊക്കെയും ചിന്തിക്കുമാറ് ഉള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ. ഇങ്ങനെയൊക്കെയാണ് അതിലെ വരികൾ കുഞ്ചതമ്പേരുടെ ആ കദളി വാഴത്തോട്ടത്തെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണു പച്ചക്കദളി കുലകൾക്കിടയ്ക്കിടെ ഇത്രയേ തന്നിട്ടുള്ളൂ എന്ന് തുടങ്ങുന്ന വരികളിൽ മരതകവും ഗോമേതകവും വൈഢൂര്യവും ഒക്കെ കടന്നു വരുന്നു. എന്ന് വെച്ചാൽ ആ പച്ചപ്പഴവും പച്ച കായയും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പഴുത്ത പഴങ്ങൾ പച്ചയും മഞ്ഞൊക്കെ നിറത്തിലുള്ള കാര്യം ദൂരേന്ന് കണ്ടപ്പോൾ എന്തൊക്കെയാണ് മരതകവും ഗോമേതകവും വൈഢൂര്യവും ഒക്കെ കലർന്നതായിട്ട് ഒരു അലങ്കാരമായ വസ്തുവായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ആ കദളി വാഴത്തോട്ടത്തെ കാണുന്നത്. കടന്നു വരുന്നു. ഈ ബോധം സാർവജനീനമായ ഒന്നല്ല. എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒന്നാണോ അത്? സാർവജനീനമായ ഒന്നല്ല, ചില ചരിത്രഘട്ടങ്ങളിൽ തോന്നുന്നതാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് തോന്നുന്ന കാര്യങ്ങളാണത്. ചില ചരിത്രഘട്ടങ്ങളിൽ തോന്നുന്നതാണ്. എന്നാൽ ഈ വാഴക്കുലയെ ചങ്ങമ്പുഴ കാണുന്ന എങ്ങനെയാ നോക്കാം. ചങ്ങമ്പുഴയ്ക്ക് വാഴക്കുലയെ രത്നക്കുലകളോട് താരതമ്യപ്പെടുത്താനായില്ല. അത് മലയപ്പുലയന്റെ ആശയായി. അപ്പൊ ചങ്ങമ്പുഴയുടെ വാഴക്കുല മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു, ഇങ്ങനെ ഉള്ള മനോഹരമായ കവിത. അപ്പോൾ ആ വാഴക്കുലയെ രത്നക്കുലകളോട് താരതമ്യപ്പെടുത്താനായില്ല. ഇപ്പോൾ കുഞ്ചൻനമ്പ്യാർ വാഴക്കുല രത്നങ്ങൾ വിധാനിച്ച ദിക്ക് എന്ന് പറഞ്ഞിട്ടാണല്ലോ വർണ്ണിച്ചത് കദളി വാഴത്തോട്ടത്തെ. എന്നാൽ പിന്നെ നമ്മുടെ ചങ്ങമ്പുഴ വാഴക്കുലയെ കാണുന്നത് മലയപ്പുലയന്റെ ആശയായി, പ്രതീക്ഷയുടെ കൂമ്പായി മാറുന്നു ആ വാഴക്കുല. അത് മറ്റാർക്കോ വെട്ടിക്കൊണ്ടു പോകാനുള്ളതായിരുന്നു. ജന്മിത്വത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ, ജന്മിത്വം കൊടികുത്തി വാഴുന്ന ഒരവസ്ഥയിൽ ഉള്ള ആ സാഹചര്യത്തിലാണ് നമ്മുടെ ചങ്ങമ്പുഴ കവിത എഴുതുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ കവിതയിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ കവി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ആശയങ്ങൾ പ്രതീകങ്ങൾ ഒക്കെ എന്ത് ചെയ്യാണ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. മേഘം യക്ഷനെ രതിക്രീഡകൾ അനുസ്മരിച്ചു. അത് പിന്നെ ഇതിപ്പോൾ അടുത്ത് പറയണത് നമ്മുടെ കാളിദാസന്റെ മേഘസന്ദേശം എന്ന കാവ്യത്തെ സൂചിപ്പിക്കുന്നു. അതിലെ മേഘം എന്താണത് സന്ദേശവാഹകനായി പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ മേഘത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് കാളിദാസൻ പറയുന്നതെങ്കിൽ, അപ്പോൾ അതിൽ പറയുന്നു നമ്മൾ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഈ മഴക്കാരനെ കാമത്തിന്റെ ആദ്യത്തെ സാക്ഷാത്കാരമായി കാണുന്നു ഒക്കെയാണ് പറയണത്. അപ്പോൾ അത് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഹിമാലയൻ ചുരങ്ങൾ വഴി പോയ കച്ചവടക്കാർ യാക്കിന് പുറത്തു കയറി മടങ്ങി വരുന്ന കാലമാണത്. എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ കുറേ മനുഷ്യരധികവും ജോലി സംബന്ധമായി ദൂരദേശങ്ങളിൽ സഞ്ചരിച്ച് അവിടെ താമസിച്ച് കുടുംബത്തിൽ നിന്ന് അകന്നു നിന്ന് പിന്നെ മഴക്കാലമാകുമ്പോൾ തിരിച്ചെത്തുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചത്. കുറേ പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. അപ്പോൾ കാളിദാസൻ മേഘത്തെ സന്ദേശവാഹകനായും മറ്റുള്ള രീതിയിൽ മേഘസന്ദേശം എന്നുള്ള ആ കാവ്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. മേഘത്തെ മറ്റൊരു രീതിയിലാണ് കണ്ടത് കാളിദാസനെങ്കിൽ, നമുക്കിവിടെ മഴയില്ലാത്ത കാലമില്ല. മഴക്കാർ കാണുമ്പോഴൊക്കെ അനുരാഗം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മറ്റൊന്നിനും നേരമുണ്ടാകില്ല. ഇതേ മേഘം, ഇനി മേഘത്തെ ഓരോ കവികൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചത് നോക്കാം. ഇതേ മേഘം വള്ളത്തോളിന് നൽകിയത് മറ്റൊരനുഭവമാണ്. 1920കളിൽ ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട കാലത്ത് അദ്ദേഹത്തിന് അത് നൂൽക്കാനുള്ള പരുത്തിയായാണ് എന്ത് ചെയ്തത് തോന്നിയത്. അദ്ദേഹം മേഘക്കൂട്ടങ്ങളെ പരുത്തിയായിട്ട് സങ്കല്പിച്ചിട്ടാണ് കവിത എഴുതിയത്. ചരിത്രം പലപ്പോഴും നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു. അടയാളപ്പെടുത്തേണ്ട കാര്യമാണ്. ചരിത്രം പലപ്പോഴും നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു. ഓരോ കവികളും സാഹിത്യകാരന്മാരും അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്, എഴുതുന്നത്. അതാണ് ഒരേ ലോകത്തെ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെ ചുറ്റുപാടുകളും വ്യത്യസ്തമാകുമ്പോൾ ഓരോരുത്തരും ആ കാലത്തെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെ കാണുന്നതും വ്യത്യസ്തമായിരിക്കും. അതാണ് ഇവിടെ പറയണത്. ഒരേ ലോകത്തെ തൊഴിലാളിക്കും മുതലാളിക്കും വെവ്വേറെ കാണാം. ആണല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ലോകം വളരെയധികം മനോഹരമാണ്, സമ്പന്നതയുടെ കാലഘട്ടം ആണ്, സമ്പന്നതയുടെ പ്രതീകമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു മുതലാളിക്ക് കാണാം. പക്ഷെ ഒരു തൊഴിലാളിക്ക് അങ്ങനെ ഒരു ലോകത്തെ കാണാൻ പറ്റില്ല. അവൻ കഷ്ടപ്പാടും അവൻ്റെ വേവലാതികളും അന്നന്നത്തെ വകയ്ക്ക് കാര്യങ്ങൾക്ക് പണം കണ്ടെത്താനുള്ള തത്രപ്പാടിലൊക്കെ ആവുന്ന ഒരു തൊഴിലാളിക്ക് ഒരിക്കലും ലോകത്തെ സമ്പന്നതയുടെ കാലഘട്ടമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്.
ലോകത്തെ തൊഴിലാളിക്കും മുതലാളിക്കും വെവ്വേറെ കാണാം. ഒരു ലോകത്തെ തന്നെ രണ്ടുപേരും വെവ്വേറെയാണ് കാണുന്നത്. അതുപോലെ ലോകം സമാധാനത്തിൻ്റെ പീഠഭൂമിയാണെന്ന് ഒരു സന്യാസിക്ക് തോന്നും. എന്നാൽ ഹിരോഷിമയിലുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. സ്വാഭാവികം. ഹിരോഷിമ ജപ്പാനിലെ ലോകമഹായുദ്ധകാലത്ത് ജപ്പാനിൽ ബോംബിട്ട 2 സ്ഥലങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കി. അപ്പോൾ ഹിരോഷിമയിലുള്ള ജനങ്ങൾക്ക് ആ അണുബോംബിൻ്റെ ആ ആഘാതവും പ്രശ്നങ്ങളും ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരിക്കലും ലോകം ഒരു സമാധാനത്തിൻ്റെ പീഠഭൂമിയാണെന്ന് കാണാൻ കഴിയില്ല, അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. അതും അടയാളപ്പെടുത്തുക. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. സിംബലുകൾ എന്ന് പറഞ്ഞാൽ ഇമേജുകൾ, പ്രതീകങ്ങൾ എന്നൊക്കെ പറയാം. കവി പ്രയോഗിക്കുന്ന പ്രതീകങ്ങളിൽ ആ വ്യവസ്ഥിതത്വം ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കവിതയുടെ ഒരു പ്രത്യേക സ്വഭാവമാണെന്ത്? ആ വ്യവസ്ഥിതത്വം എന്നുള്ളത്. ജി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ജി ശങ്കരക്കുറുപ്പാണ്. പി എന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ ജിയുടെ അന്വേഷണം എന്ന കവിതയിലെ കാറ്റ്, വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിൻ്റെ ഒടുവിൽ, മാമ്പഴം എന്ന കാവ്യത്തിൻ്റെ ഒടുവിൽ ഒരിക്കലും പിടികൊടുക്കാത്തവനായി അമ്മയെ ആശ്ലേഷിക്കുന്ന തൈ കുളിർക്കാറ്റ് എന്നിവ ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും മാമ്പഴം, വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്നൊരു കവിത. അത് വളരെ സങ്കടകരമായ തുടക്കത്തിൽ അല്ലേ, അമ്മ ഒരു മാമ്പഴം വീണപ്പോൾ പിന്നെ ആ മാങ്ങ ചെന്നെടുത്തപ്പോൾ ഒരു കുളിർക്കാറ്റ് അമ്മയെ തഴുകിപ്പോയ കാര്യം. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അമ്മയുടെ ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ ആ അമ്മയെ തഴുകിപ്പോയ ആ തൈക്കുളിർക്കാറ്റും ജി ശങ്കരക്കുറുപ്പിൻ്റെ അന്വേഷണം എന്ന കവിതയിലെ കാറ്റും വ്യത്യസ്ത പ്രതീകങ്ങളായിട്ടാണ് കവികൾ അവതരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് എന്തൊക്കെയാ നോക്കാം. നാം തന്നെ ഉണ്ടാക്കുന്നതും ഉണ്ടു തീർക്കുന്നതുമായ ഈ ലോകത്തിൽ ഒരു സന്ധ്യ കൂടിയുണ്ട് എന്ന് പറയുന്നവർ പിന്നീട് കവികളായി തീരുന്നു. നാം തന്നെ ഉണ്ടാക്കുന്നതും ഉണ്ടു തീർക്കുന്നതുമായ ഈ ലോകം. അപ്പോൾ അങ്ങനെയാണല്ലോ ഈ ലോകം. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത ദിവസം ഉണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരു സന്ധ്യ കൂടിയുണ്ട് എന്ന് പറയുന്നവർ പിന്നീട് കവികളായി തീരുന്നു. നമ്മുടെ അനുഭവങ്ങളിൽ ചിലതുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. അതാണ് കാളിദാസൻ ചിലതും ഷേക്സ്പിയർ പലതും ഇങ്ങനെ ചേർത്തിരിക്കുന്നു. കാളിദാസനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാകവിയാണ് കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യത്തെക്കുറിച്ച്, മേഘസന്ദേശം എന്നുള്ള കാവ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്ന ഒന്നാണ് അഭിജ്ഞാന ശാകുന്തളം, അല്ലേ? അപ്പോൾ രഘുവംശം, കുമാരസംഭവം, അങ്ങനെ കുറേ ധാരാളം കാവ്യങ്ങൾ. അപ്പോൾ കാളിദാസൻ എന്ത് ചെയ്യുന്നുണ്ട്? കാളിദാസൻ ചിലതും ഷേക്സ്പിയർ പലതും ഇവിടെ ചേർത്തിരിക്കുന്നു സാഹിത്യത്തിൽ. അപ്പോൾ കാളിദാസൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മഹാകവിയാണ് ഇന്ത്യയിലെ. അപ്പോൾ ഷേക്സ്പിയർ ആണെങ്കിലോ അതിലും ലോകത്തിലെ തന്നെ മഹാകവിയും നാടകകൃത്തൊക്കെയാണ്. അപ്പോൾ ഷേക്സ്പിയർ, ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ് നമ്മുടെ കാളിദാസൻ അറിയപ്പെടുന്നത്. അത് ഓർക്കുക കേട്ടോ, ഒരു പൊതുവായുള്ളൊരു ചോദ്യം കൂടിയാണത്. അപ്പോൾ ഷേക്സ്പിയറും പലതും ഇങ്ങനെ ചേർത്തിരിക്കുന്നു. ഇവരിൽ വെച്ച് ഒരു നന്മയെങ്കിലും കാണുന്നവനെ നല്ല കവിയെന്നും ഒരുപാട് കണ്ടെത്തുന്നവനെ മഹാകവിയെന്നും I.A. റിച്ചാർഡ് വിളിക്കുകയുണ്ടായി. അതിപ്പോൾ യൂറോപ്യൻ സാഹിത്യകാരന്മാരിൽ ഒരു പ്രശസ്തനായ ആളാണ് I.A. റിച്ചാർഡ്. I.A. റിച്ചാർഡ് പറഞ്ഞ കാര്യം, സാഹിത്യകാരനെ, കവിയെക്കുറിച്ച് പറഞ്ഞതാണ്, ഒരു നന്മയെങ്കിലും കാണുന്നവനെ നല്ല കവിയെന്നും ഒരുപാട് കണ്ടെത്തുന്നവനെ മഹാകവിയെന്നും വിളിക്കുന്നു എന്നാണ് I.A. റിച്ചാർഡ് വിളിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. 1000 നിറമുള്ള പൂക്കൾ, എണ്ണമറ്റ രസഭേദങ്ങൾ, ആസ്വാദനത്തിൻ്റെ അനവധി തലങ്ങൾ. അപ്പോൾ ലോകത്തെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഓർക്കസ്ട്രയായി മാറ്റുന്നവർ, ജീവിതം അവസാനിക്കുന്നില്ല എന്ന് പറയുന്നവർ, അങ്ങനെ മനുഷ്യൻ്റെ അനുഭവങ്ങൾക്ക് അതിരുകളില്ല എന്ന് വീണ്ടും വീണ്ടും വിളിച്ചറിയിക്കുന്നവർ, കവികൾ തന്നിഷ്ടം പോലെ ലോകങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഇക്കാരണം കൊണ്ടാകാം. അവരെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് കവികളെക്കുറിച്ച് പറഞ്ഞത്. എന്താണ്? കവികൾ തന്നിഷ്ടപ്രകാരം ലോകങ്ങൾ ഉണ്ടാക്കുന്നു. അപാരേ കാവ്യസംസാരേ കവിരേണ പ്രജാപതി എന്നാണ്. അതെന്ന് വെച്ചാൽ കാവ്യലോകത്തിലെ പ്രജാപതി ചക്രവർത്തി ആര് തന്നെയാണ്? കവി തന്നെയാണ്. അപ്പോൾ
കലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാനൊക്കെ കഴിയും. അപ്പോൾ ടീച്ചറുടെ ഈ ചാനൽ അക്ഷരജാലം എന്നുള്ള ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.